ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ സ്വന്തം ചാനലായ ശ്രീദാസ് കുരിശുമുട്ടം ഒഫീഷ്യൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദാസ് കുരിശുമുട്ടം. അപ്പോൾ ഇതിനു മുമ്പും ഒരുപാട് ചാനലൊക്കെ നമ്മൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുന്നത് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും ഷോർട്സുകൾ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ പുതിയ ഫുൾ വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഫുഡ് പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്യാറ് സാധാരണ. ഇന്നും അത് തന്നെയാണ്. ഇച്ചിരി കപ്പയും ഇച്ചിരി ലിവറും ഒക്കെ മേടിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അകത്ത് പാചകമൊക്കെ ആയിരുന്നു. അതിന്റെ കുറച്ച് വിഷ്വൽസും ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചോദിക്കാം എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ചങ്കളെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി റെഡിയായെന്നാണ് അമ്മ പറഞ്ഞത്. ചോദിക്കാം, അമ്മേ ബാബ കറി റെഡിയായ? അമ്മ ഈ കറിയെല്ലാം വെച്ചിട്ട് സ്ഥലം വരെ പോവാതിരിക്കായിരുന്നു. ചോദിച്ചേ, എന്താ ലിവർ കാണിച്ച് അടുത്ത് കാണിച്ച്. അയ്യോ അമ്മ, ഇത് വെച്ച വീഡിയോ നമ്മൾ എടുത്തില്ലേ? നമുക്ക് അത് ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ എങ്ങനെ വെച്ചതെന്ന് അമ്മ വിശദമായിട്ട് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പൊ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് വാ, എന്നിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുന്ന വീഡിയോകളെ കാണിക്കാം. ഓക്കെ ഓക്കെ. ഹായ് കൂട്ടുകാരെ, ആദ്യം ലിവർ നന്നായി അരിഞ്ഞ് വൃത്തിയായി നന്നായി കഴുകിയെടുക്കുക. കഴുകി വൃത്തിയാക്കിയെടുത്ത ലിവർ ഒരു കുക്കറിനകത്താക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. ശേഷം വേവിക്കാൻ വെക്കുന്നു. ലിവർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ലിവറിൻ്റെ കൂടെ കഴിക്കാൻ ഇത്തിരി കപ്പ വേവിച്ചെടുക്കാം. ലിവർ റോസ്റ്റിന് ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, തേങ്ങാക്കൊത്ത്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, പെരിഞ്ജീരകം, സവാള അരിഞ്ഞത്, മല്ലിയില, കറുവാപ്പട്ട, വെളിച്ചെണ്ണ, കടുക്. വെന്ത കപ്പയിലേക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അരപ്പ് ചേർത്ത് കടുക് പൊട്ട് ഇളക്കി ചേർത്തു. ലിവർ റോസ്റ്റ് ഉണ്ടാക്കാനായി ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് പെരിഞ്ജീരകവും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർക്കുന്നു. ഇതിലേക്ക് ഒരല്പം കറുവാപ്പട്ടയും 2 പച്ചമുളകും കൂടെ ചേർക്കുന്നു. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചത് ചേർക്കുന്നു. കൂട്ടുകാരെ, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കാണണേ. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായി കാണുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഞാൻ സവാളയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി ചേർത്താൽ ഇത്തിരി കൂടി സ്വാദ് കൂടുതൽ കിട്ടും. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി. മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി റോസ്റ്റ് ചെയ്യുക. നന്നായി ഇളക്കി മൂപ്പിച്ചെടുത്ത മസാലയിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന ലിവർ ചേർക്കാം. ലിവർ വെന്തപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം കുക്കറിലുണ്ട്, അതും കൂടി ചേർക്കാം. ലിവർ റോസ്റ്റിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുരുമുളക് ചേർക്കണം. അതിനായി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇനി അല്പം മല്ലിയില ചേർക്കാമേ. ചിലർക്ക് ഇഷ്ടമല്ല, എന്നാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി മല്ലിയില ചേർക്കും. ലിവർ റോസ്റ്റ് റെഡിയായി. കപ്പ ഇവിടെ കാത്തിരിപ്പുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? കുരുമുളകിന്റെ ഒക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്തോ? ഞാൻ പിന്നെ കഴിച്ചോളാം. എല്ലാ ലിവറും ബീഫും ചിക്കനും അടിപൊളിയായിട്ട് വെക്കും. പൊക്കി പറയാനല്ല, വീഡിയോ ആയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറ്റാത്ത റെഡി ആവില്ല. അപ്പൊ ഞങ്ങള് എപ്പോൾ ചെറിയ വീഡിയോ അല്ലേ, വെറുതെ വലിയ വലിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. അമ്മ നോക്കി വെച്ചോ, അമ്മ കുക്കിംഗ് ആണേലും അഭിനയം, പാട്ട്, ഇതൊക്കെ അപ്പം ഗംഭീര വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ വരും കേട്ടോ. എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതെ. ഓക്കെ, ബൈ.